മുസ്തമഈൻ അമാബാദ്. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഗുഫ്തുഗു കെ ആദാബ്, സംസാരത്തിൻ്റെ മര്യാദ എന്നുള്ള പാഠമായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്. അതിൻ്റെ ബാക്കിയാണ് ഇന്ന് എടുക്കാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം പറഞ്ഞു വെച്ചത് നാസിയയും അവളുടെ മൂത്ത സഹോദരി സൊഫിയ, അതുപോലെ തന്നെ അവരുടെ അമ്മ, ഇവരുടെ ഇടയിലുള്ള സംസാരം അങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സൊഫിയ തൻ്റെ സഹോദരിയോട് അവളെ കളിയാക്കി പറഞ്ഞപ്പോൾ അമ്മ സൊഫിയക്ക് സംസാരത്തിൽ ശ്രദ്ധിക്കേണ്ട മര്യാദകളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് നമുക്ക് പറയാനുള്ളത്. അമ്മീജാൻ അമ്മ പറയാണ്, ബേട്ടി മോളെ, ബാത്ചീത് കെ കുച്ച് ആദാബ് ഹൈ, സംസാരത്തിന് ചില മര്യാദകളുണ്ട്. ജിൻക, അതിനെ ഹമേഷ ഖയാൽ രഖ്ന ചാഹിയെ, എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് മര്യാദകളുണ്ട്. ഓക്കെ, ബാത്ചീത് എന്ന് പറഞ്ഞാൽ സംസാരം. ബാത്ചീത് കെ കുച്ച് ആദാബ് ഹൈ, സംസാരത്തിൻ്റെ ചില മര്യാദകളുണ്ട്. ജിൻക, അതിനെ ഹമേഷ ഖയാൽ രഖ്ന ചാഹിയെ, എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഖയാൽ രഖ്ന എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് മര്യാദകൾ സംസാരത്തിനുണ്ട് എന്നർത്ഥം. ബാത് പി മൗഖി ഔർ വഖ്ത് ദേക്കർ കഹനി ചാഹിയെ, സംസാരം മൗഖി എന്ന് പറഞ്ഞാൽ സന്ദർഭം, സാഹചര്യം എന്നൊക്കെ അർത്ഥം. വഖ്ത് പറഞ്ഞാൽ സമയം. അപ്പം സന്ദർഭവും സാഹചര്യം നോക്കിയിട്ടാണ് സംസാരിക്കേണ്ടതെന്നർത്ഥം. ബാത് ബി, സംസാരവും, മൗഖി ഔർ വഖ്ത് ദേക്കർ, സന്ദർഭവും സമയവും നോക്കിയിട്ട്, കഹനി ചാഹിയെ, പറയേണ്ടതുണ്ട്. ഓക്കെ, ഗുഫ്തുഗു കെ ദർമിയാൻ ബാത് കാട്ട്ന ബുരി ബാത്ത് ഹെ, ഗുഫ്തുഗു കെ ദർമിയാൻ, സംഭാഷണത്തിനിടയിൽ, സംസാരത്തിനിടയിൽ, ബാത് കാട്ട്ന, സംസാരം മുറിക്കുക എന്നുള്ളത് ബുരി ബാത്ത് ഹെ, മോശമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞതിനിടയിൽ ഇടയ്ക്ക് വെച്ചാണ്ട് നിർത്തി പോകുക എന്നുള്ളത് എന്താണ്? മോശമായിട്ടുള്ള കാര്യമാണ്. അതാണ് പറഞ്ഞത്. ഗുഫ്തുഗു കെ ദർമിയാൻ, സംസാരത്തിനിടയിൽ, ബാത് കാട്ട്ന, സംസാരം മുറിക്കുക എന്നുള്ളത് ബുരി ബാത്ത് ഹെ, മോശമായിട്ടുള്ള കാര്യമാണ്. ഇനി ജബ് തക് ദൂസരെ ശഖ്സ് കി ബാത് ഖത്തം ന ഹോ ജായേ ഹമേം അപ്നി ബാത് ശുറൂ നഹി കർണി ചാഹിയെ, അതായത് ആ സെൻറ്റൻസിൽ പറയുന്നത് മറ്റുള്ളൊരാളുടെ സംസാരം പൂർത്തിയാവുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ സംസാരം തുടങ്ങാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇതിൻ്റെ സ്ട്രക്ചർ നോക്കുക. ജബ് തക് എന്ന് പറഞ്ഞാൽ ഏതുവരെ എന്നാണ് അർത്ഥം. ജബ് തക് ഏതുവരെ, ദൂസരെ ശഖ്സ് കി ബാത് ഖത്തം ന ഹോ ജായേ, മറ്റുള്ളൊരു വ്യക്തിയുടെ സംസാരം പൂർത്തിയാവാത്തത് ഏതുവരെയാണോ, ജബ് തക് ഏതുവരെ, ദൂസരെ ശഖ്സ് കി, മറ്റൊരു വ്യക്തിയുടെ, ബാത് സംസാരം, ഖത്തം ന ഹോ ജായേ, പൂർത്തിയാവുന്നില്ല. അപ്പം മറ്റുള്ളൊരാളുടെ സംസാരം ഏതുവരെയാണോ പൂർത്തിയാവാത്തത് അതുവരെ ഹമേം, നമ്മൾ, അപ്നി ബാത്, നമ്മുടെ സംസാരം, ഷുറൂ നഹി കർണി ചാഹിയെ, തുടങ്ങാൻ പാടില്ല. ഓക്കെ, സെൻറ്റൻസ് മനസ്സിലായില്ലേ? ജബ് തക് ഏതുവരെ, ദൂസരെ ശഖ്സ് കി, മറ്റുള്ളൊരു വ്യക്തിയുടെ, ബാത് ഖത്തം ന ഹോ ജായേ, സംസാരം അവസാനിക്കുന്നില്ല. അപ്പോൾ ഏതുവരെയാണോ മറ്റുള്ള ഒരാളുടെ സംസാരം അവസാനിക്കാത്തത്, ഹമേം അപ്നി ബാത് ഷുറൂ നഹി കർണി ചാഹിയെ, അതുവരെ നമ്മൾ നമ്മുടെ സംസാരം തുടങ്ങാൻ പാടില്ല. ഓക്കെ, അഗർ, ഇനി അടുത്തത്, അഗർ കോയി ജറൂരി ബാത് കഹനി ബി ഹോ തോ പഹലെ കഹിയെ മാഫ് കീജിയേഗ ഫിർ അപ്നി ബാത് കഹിയെ. ഇനി മറ്റുള്ള ഒരാൾ ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ നമുക്ക് അത്യാവശ്യമായിട്ട് വല്ലതും പറയാമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ക്ഷമാപണം നടത്തിയിട്ട് എന്താക്കുക, നമുക്ക് പറയാനുള്ളത് പറയാം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അഗർ ഉണ്ടെങ്കിൽ, കോയി ജറൂർ ബാത് കഹനെ ബി ഹോത്തോ, വല്ല അത്യാവശ്യ കാര്യം പറയാനുണ്ടെങ്കിൽ പോലും, അഗർ ഉണ്ടെങ്കിൽ, കോയി ജറൂറി ബാത്ത്, എന്തെങ്കിലും അത്യാവശ്യ കാര്യം, കഹനി ബി ഹോത്തോ, അത് പറയാനുണ്ടെങ്കിൽ പോലും, എന്തെങ്കിലും അത്യാവശ്യ കാര്യം പറയാനുണ്ടെങ്കിൽ പോലും, തോ പഹലെ കഹിയെ, ഉണ്ടെങ്കിൽ പോലും, തോ അപ്പോൾ, പഹലെ കഹിയെ, നിങ്ങൾ ആദ്യം പറയണം. ആ അത്യാവശ്യ കാര്യം പറഞ്ഞതിന് മുമ്പൊന്ന് പറയണം. എന്ത് പറയണം? മാഫ് കീജിയേക, ക്ഷമിക്കുമല്ലോ, പിർ അപ്പനി ബാത് കഹിയെ, എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് പറയാനുള്ളത് പറയുക. പിർ അപ്പനി, പിന്നെ സ്വന്തം, ബാത് കഹിയെ, പറയാനുള്ള കാര്യം പറഞ്ഞാലും. അപ്പം ഒരാൾ സംസാരിക്കുന്നതിനിടയിൽ കയറി സംസാരിക്കരുത് എന്നാണ് അർത്ഥം. ഇനി നമുക്ക് വല്ല അത്യാവശ്യ കാര്യം പറയാനുണ്ടെങ്കിൽ ആദ്യം ഒരു ക്ഷമാപണം നടത്തിയിട്ട് നമ്മളെ കാര്യം പറയാവുന്നതാണ് എന്നാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, അത് സെൻറ്റൻസ് മനസ്സിലായില്ലേ? അഗർ കോയി ജറൂറി ബാത് കഹനി ബി ഹോത്തോ, ഏതെങ്കിലും അത്യാവശ്യ കാര്യം പറയാനുണ്ടെങ്കിൽ പോലും, പഹലെ കഹിയെ, ആദ്യം നിങ്ങൾ പറയുക. ആ സംസാരം തുടങ്ങുന്നതിന് പറയുക. എന്ത് പറയുക? മാഫ് കീജിയേക, ക്ഷമിക്കുമല്ലോ, പിർ അപ്പനി ബാത് കഹിയെ, എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞാലോ. ഇഞ്ഞടുത്ത്, ബിഗൈർ സോച്ചെ സംജെ ബോൽന അച്ചി ബാത് നഹി, ചിന്തിക്കാതെയും മനസ്സിലാക്കാതെയും പറയുക എന്നുള്ളത് എന്തല്ല, നല്ല കാര്യമല്ല. ബിഗൈർ സോച്ച്, ചിന്തിക്കാതെ, സംജെ മനസ്സിലാക്കാതെയും, ബോൽന സംസാരിക്കുക എന്നുള്ളത്, അച്ചി ബാത് നഹി നല്ല കാര്യമല്ല. സൊഫിയ, അപ്പം കുറച്ച് സംസാരത്തിൻ്റെ മര്യാദകളൊക്കെ അമ്മ ഇവിടെ വിശദീകരിച്ചു കൊടുത്തു.
അപ്പം സൊഫിയ ഇനിയും ഒരുപാട് മര്യാദകൾ പറഞ്ഞു തരാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് അമ്മയോട്. സൊഫിയ പറയുന്നു, അമ്മേ ഗുഫ്തഗുക്കെ കുച്ചൗർ ആദാബി ബത്താഹിയെ, സംഭാഷണത്തിൻ്റെ കുറച്ചുകൂടി മര്യാദകൾ കൂടി പറഞ്ഞു തരൂ. ഗുഫ്തഗുക്കെ സംഭാഷണത്തിൻ്റെ, കുച്ച് ഔർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി, കുച്ച് ഔർ ആദാബ് കുറച്ചുകൂടി മര്യാദകൾ, മര്യാദകളും ബത്തായിയെ പറഞ്ഞു തരും. അപ്പം കുറച്ചുകൂടി മര്യാദകൾ കൂടി എന്താകുക, നിങ്ങൾ പറഞ്ഞു തരും. താക്കെ എന്തിനെന്ന് വെച്ചാൽ, താക്കെ എന്ന് പറഞ്ഞതാണ് എന്തിനെന്ന് വെച്ചാൽ, ഹമേം ബാത്ചീത് കർണേക്ക സിയാദ സലീഖ ആജായെ, ആ മര്യാദകളൊക്കെ എന്താവും, നമുക്ക് സംസാരത്തെക്കുറിച്ചുള്ള നല്ലൊരു ബോധം, എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള നല്ലൊരു ബോധം നമുക്ക് ഉണ്ടാക്കി തരും. അതാണ് പറഞ്ഞത്. താക്കെ എന്തിനെന്ന് വെച്ചാൽ, ഹമേം നമുക്ക്, ബാത്ചീത് കർണേക്ക സംസാരിക്കുന്നതിൻ്റെ, സിയാദ സലീഖ നല്ല, സലീഖ എന്ന് പറഞ്ഞാൽ ബോധം എന്നൊക്കെ അർത്ഥം, അവബോധം എന്നൊക്കെ അറിയില്ല. അപ്പം സംസാരത്തിൻ്റെ ഒരുപാട് നല്ല ബോധം ആജായെ അത് കൊണ്ടുവരും. ഓക്കെ, ആ സെൻറ്റൻസ് മനസ്സിലായില്ലേ? ഗുഫ്തഗുക്കെ കുച്ചൗർ ആദാബി ബത്തായ, സംസാരത്തിൻ്റെ കുറച്ച് മര്യാദകൾ കൂടി പറഞ്ഞു തരും. താക്കെ എന്തിനെന്ന് വെച്ചാൽ, ഹമേ നമ്മൾക്ക്, ബാത്ചീത് കർണേക്ക സംസാരിക്കുന്നതിൻ്റെ, സിയാദ സലീഖ ആജായെ ഒരുപാട് നല്ല ബോധം എന്താവും ആജായെ കൊണ്ടുവരും. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് മര്യാദകൾ കൂടി പറഞ്ഞു തരാൻ വേണ്ടി സൊഫിയ ആവശ്യപ്പെടുകയാണ്. അമ്മീജാൻ, ഇനി അമ്മ എന്താവാണ്, കുറച്ച് മര്യാദകൾ കൂടി പറഞ്ഞു കൊടുക്കാം. അമ്മീജാൻ, അമ്മ പറയുന്നു, ബേട്ടി മോളെ, ബാത്ചീത് കെ ദൗറാൻ ഗുസ്സ കർണ और अपनी तारीफ आप करना गुफ्तगू के आदाब के खिलाफ है. സംസാരത്തിനിടയിൽ ദേഷ്യപ്പെടുക എന്നുള്ളതും സ്വന്തം പ്രശംസിച്ച് പറയാമെന്നുള്ളതും സംസാരത്തിൻ്റെ എതിരാകുന്നു. അതാണ് സെൻറ്റൻസ് പറഞ്ഞത്. ബേട്ടി മോളെ, ബാത്ചീത് കെ ദൗറാൻ സംസാരത്തിനിടയിൽ, ഗുസ്സ കർണ പറഞ്ഞാൽ ദേഷ്യപ്പെടുക, അവർ അപ്പനി താരീഫ് ആപ്പ് കർണ അതുപോലെ തന്നെ അപ്പനി താരീഫ് സ്വന്തം നന്മ ആപ്പ് കർണ സ്വന്തം പറയുക. അപ്പോൾ സ്വന്തം പ്രശംസിച്ച് പറയുക എന്നുള്ളതിനാണ് എന്താ പറയുക, അപ്പനി താരീഫ് ആപ്പ് കർണ എന്ന സ്വന്തം പ്രശംസിക്കുക. അത് ഗുഫ്തഗുക്കെ ആദാബ് കെ ഖിലാഫയും സംസാരത്തിൻ്റെ മര്യാദകൾക്ക് എതിരാകുന്നു. ബാത്ചീത് കെ ദൗറാൻ സംസാരത്തിനിടയിൽ, ഗുസ്സ കർണ ദേഷ്യപ്പെടുക എന്നുള്ളതും, അവർ അപ്പനി താരീഫ് ആപ്പ് കർണ സ്വന്തം പ്രശംസിക്കുക എന്നുള്ളതും, ഗുഫ്തഗു കെ ആദാബ് ഖിലാഫ് ഹെ സംസാരത്തിന് മര്യാദകൾക്ക് എതിരാകുന്നു. ഇനി കിസി അഖീദെ മദ്ഹബ് യാ ബുസർഗോं के बारे में कोई गलत बात नहीं कहनी चाहिए. ഏതെങ്കിലും മതത്തെക്കുറിച്ചോ ഏതെങ്കിലും വിശ്വാസത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വലിയ ആളുകളെക്കുറിച്ചോ മഹാന്മാരെക്കുറിച്ചൊക്കെ തെറ്റായിട്ടുള്ള കാര്യം പറയാൻ പാടില്ല എന്നുള്ളതാണ് അടുത്ത സെൻറ്റൻസ് പറഞ്ഞത്. കിസിക്കെ അഖീദ ഏതെങ്കിലും വിശ്വാസം, മദ്ഹബ് ഏതെങ്കിലും മദ്ഹബ് എന്ന് പറഞ്ഞാൽ മതം എന്നർത്ഥം, ഏതെങ്കിലും മതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും വിശ്വാസത്തെ പറ്റിയോ, എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ, ബുസുർഗോക്കെ ബാരമേ, ബുസുർഗോ എന്ന് പറഞ്ഞാൽ മഹാന്മാർ, വലിയ ആളുകൾക്കാണ് ബുസുർഗോ എന്ന് പറയാം. അപ്പം ഇവരെയൊക്കെ കെ ബാരമേ ഇതിനൊക്കെ കുറിച്ച് ഏതെങ്കിലും മതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും വിശ്വാസത്തെക്കുറിച്ചോ ഏതെങ്കിലും വലിയ ആളുകളെക്കുറിച്ചോ, കോയി ഗലത്ത് ബാത്ത് വല്ല മോശമായിട്ടുള്ള സംസാരവും നഹി കഹിനി ചാഹിയെ പറയാൻ പാടുള്ളതല്ല. ഓക്കെ, കിസിക്കെ അഖീദ ഏതെങ്കിലും വിശ്വാസം, മദ്ഹബ് ഏതെങ്കിലും മതം, അല്ലെങ്കിൽ ബുസുർഗോക്കെ ബാരമേ ഏതെങ്കിലും വലിയ മഹാന്മാരെ കുറിച്ചൊക്കെ, കെ ബാരേമെന്നുള്ള മുന്നത്തൊക്കെ മടങ്ങും കേട്ടോ. അഖീദ, മദ്ഹബ്, ബുസുർഗ് അതിനെക്കുറിച്ചൊക്കെയാണ് കെ ബാരേമ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച്. അപ്പോൾ അതിനെക്കുറിച്ച് കോയി ഗലത്ത് ബാത്ത് വല്ല തെറ്റായിട്ടുള്ള സംസാരവും നഹി കഹിനി ചഹിയെ പറയാൻ പാടുള്ളതല്ല. ഓക്കെ, ഇനി अपनी से छोटों से बात करते वक्त मोहब्बत और नरमी से पेश आना चाहिए. അപ്പം നമ്മളെക്കാൾ ചെറിയവരോട് സംസാരിക്കുമ്പോൾ വളരെ സ്നേഹത്തോടെയും നൈർമല്യത്തോടെയും കൂടി പെരുമാറേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അപ്പനേസെ ചോട്ടോൻസെ, അപ്പനേസെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ സേൻ്റെ അർത്ഥം നമ്മളെക്കാൾ എന്നറിയില്ലേ, അപ്പോൾ ആ കാൾ എന്നുള്ള അർത്ഥം അപ്പനേസെ നമ്മളെക്കാൾ, ചോട്ടോൻസെ ആ സേൻ്റെ അർത്ഥം ചെറിയവരോട്, ഒരാളുകളോട് ഇന്ന ആളുകളോട് എന്നൊക്കെ പറയില്ലേ, അതാണ് ചോട്ടോൻസെ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഓട് ഫസ്റ്റത്തെ കാൾ. അപ്പോൾ അപ്പനേസെ നമ്മളെക്കാൾ, ചോട്ടോൻസെ ചെറിയവരോട്, ബാത് കർത്തേ വക്ത് സംസാരിക്കുന്ന സമയത്ത്, മഹബത്ത് ഔർ നർമീസെ പേഷ് ആന ചാഹിയെ സ്നേഹത്തോടെയും നൈർമല്യത്തോടെയും, നർമി എന്ന് പറഞ്ഞാൽ തന്നെ ലോലത,
അപ്പോൾ സ്നേഹത്തോടെയും ലോലതയോടെയും പേഷ് ആന ചാഹിയേ, പെരുമാറേണ്ടതുണ്ട്. പേഷ് ആന എന്ന് പറഞ്ഞാൽ പെരുമാറുക. ഓക്കെ. അപ്പനേസെ ചോട്ടോസെ, നമ്മളെക്കാൾ ചെറിയവരോട് ബാത് കർത്തേ വക്ത്, സംസാരിക്കുന്ന സമയത്ത് മഹബത്ത് और നർമി से സ്നേഹത്തോടെയും നൈർമല്യത്തോടെയും പേഷ് ആന ചാഹിയേ, പെരുമാറേണ്ടതുണ്ട്. ഇനി ഉൻകി ഗൽത്തി पर सबके सामने बुरा भला कहने के बजाय उन्हें अकेले में समझाना अच्छा है. ഇനി ചെറിയ കുട്ടികൾക്ക്, നമ്മളെക്കാൾ ചെറിയ ആളുകൾക്ക് വല്ല തെറ്റും വരികയാണെന്നുണ്ടെങ്കിൽ അവരെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ആക്ഷേപിക്കുന്നതിന് പകരം അവരെ ഒറ്റയ്ക്ക് വിളിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് പറയുന്നത്. ഉൻകി ഗൽത്തി പർ, അവരുടെ തെറ്റിൻ്റെ മേൽ, ചെറിയ കുട്ടികളുടെ തെറ്റിൻ്റെ മേൽ, സബ്കെ സാമനെ, എല്ലാവരുടെയും മുന്നിൽ വെച്ച് ബുറാബുല കഹനേക്കെ ബജായെ, ബുറാബല കഹന എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കുക എന്നർത്ഥം. അപ്പോൾ എല്ലാവരുടെ മുന്നിൽ വെച്ച് ആക്ഷേപിക്കുന്നതിൻ്റെ ബജായ, ആക്ഷേപിക്കുന്നതിന് പകരം ഉനേം, അവരെ അഖേലേമേ, ഒറ്റയ്ക്ക്, സംജാന അച്ചാഹ, മനസ്സിലാക്കി കൊടുക്കുന്നതാണ് നല്ലത്. ഓക്കെ. അപ്പോൾ ഉൻകി ഗൽത്തി പർ, ആ ചെറിയ കുട്ടികളുടെ തെറ്റിൻ്റെ മേലിൽ, സബ്കെ സാമനെ, എല്ലാവരുടെയും മുന്നിൽ വെച്ച്, ബുറാബല കഹനേസെ, ബുറാബുല കഹനേക്കെ ബജായ, ആക്ഷേപിക്കുന്നതിന് പകരം ഉനേം, അവരെ അഖേലേമേ, ഒറ്റയ്ക്ക്, സംജാന അച്ചാഹെ, മനസ്സിലാക്കി കൊടുക്കുന്നതാണ് നല്ലത്. സംജാന എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി കൊടുക്കുക. ബജായ എന്ന് പറഞ്ഞാൽ മുമ്പ് നമ്മൾ പഠിച്ചത്, അതിന് പകരം നടത്തും, ഒരു കാര്യത്തിന് പകരം. ഓക്കെ. ബുറാബല കഹന പറഞ്ഞാൽ ആക്ഷേപിക്കുക. അപ്പം ഇത്രയും സംസാരത്തിൻ്റെ മര്യാദകളാണ് അമ്മ വിശദീകരിച്ചു കൊടുത്തത്. അപ്പോൾ സൊഫിയയുടെ മറുപടി, സൊഫിയ പറയാണ്, അമ്മേ മൈ ആപ്സെ വായദ കർത്തി ഹും, ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നു. വായദ കർണ പറഞ്ഞാൽ വാഗ്ദാനം ചെയ്യുക. വായദ കർത്തി ഹും, നിങ്ങളോട് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. എന്തെന്ന് വെച്ചാൽ മൈ ഇൻ തമാം ബാത്തോം കാ ഖയാൽ രഖൂംഗ, ഞാൻ ഈ കാര്യങ്ങളൊക്കെ, ഈ മര്യാദകളൊക്കെ ശ്രദ്ധിക്കുമെന്ന് നിങ്ങളോട് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. അമ്മേ മൈ ആപ്സെ വായദ കർത്തി ഹും, ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നു. എന്തെന്ന് വെച്ചാൽ ഇൻ തമാം ബാത്തോം കാ ഖയാൽ രഖൂംഗി, ഈ മുഴുവൻ കാര്യങ്ങളുടെയും, ഈ മുഴുവൻ മര്യാദകളും ഞാൻ ശ്രദ്ധിക്കുമെന്ന്, ഖയാൽ രഖന പറഞ്ഞാൽ ശ്രദ്ധിക്കുക, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമെന്ന് ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത്. ഈ ചാപ്റ്ററിലൂടെ ക്ലോസ് ആവുകയാണ് ഇൻഷാ അല്ലാ. എക്സസൈസൊക്കെ അടുത്ത ക്ലാസ്സിലെടുക്കാം. അപ്പോൾ ഇതിൽ വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.